ABC ന്യൂസ് അതിൻ്റെ മണ്ഡല പര്യടനം തുടരുകയാണ്. ഞങ്ങൾ ഇന്ന് ചെന്ന് നിൽക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ മണ്ഡലമായ നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിലെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് സാധ്യതകൾ വെച്ച്, തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ വെച്ച് ഈ തൊട്ടു മുമ്പിലെത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ ഞങ്ങൾ രേഖകൾ വെച്ച് പരിശോധിക്കുകയാണ്. ഒപ്പം പ്രേക്ഷകർക്ക് നെയ്യാറ്റിൻകരയുടെ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിനുള്ള അവസരം കൂടി ഞങ്ങൾ തുറന്നു വെക്കുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകരെ ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് NDA ആണോ, UDF ആണോ, LDF ആണോ, ആർക്കാണ് വിജയസാധ്യത എന്ന് മുൻകൂട്ടി പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നെയ്യാറ്റിൻകര എന്ന് കേൾക്കുമ്പോൾ ശിവപ്രസാദ് സാറെ, കേരളീയൻ്റെ മനസ്സിൽ ഒരു ചിത്രമുണ്ട്. നെയ്യാറ്റിൻകരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കേരളത്തിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് VS അച്യുതാനന്ദൻ, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട വൈകാരികമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിധവയെ പോയി ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചിത്രങ്ങളെക്കാൾ ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത്. എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം? അതായത് ഒരു കുടുംബത്തിലെത്തി, വീട്ടിലെത്തി, അത് സന്ദർശിക്കാൻ അദ്ദേഹം എടുത്ത സമയമാണ്, തീരുമാനിച്ച സമയമാണ്, പോയ ദിവസമാണ്. ആ പോയ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഇത് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഒരുപക്ഷെ VS എന്ന് പറയുന്ന ആ അതിമാനുഷ്യൻ അദ്ദേഹം കാത്തിരുന്നത് അദ്ദേഹത്തിന് മനസ്സിൽ മുൻകൂട്ടി ഉണ്ടായിരുന്നിരിക്കണം ഈ ഒരു ദിവസം. അപ്പോൾ 1000 അടിയെക്കാട്ടിയും വളരെ പ്രഹരം ഉള്ളതായിരുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ നിമിഷം എന്ന് പറയുന്നത്. അത് കേരളം വീണ്ടും ഇപ്പോഴും നമ്മളത് ചർച്ച ചെയ്യുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിന് പ്രത്യേകത ആലോചിക്കണം. 2011 R സെൽവരാജ് CPM പ്രതിനിധിയായിട്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. എന്നിട്ട് അദ്ദേഹം പിന്നീട് രാജിവെച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത്. അതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്നേരമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുപോലെ CPM തന്നെ കൊല ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ വിധവയെ ചെന്ന് കാണുന്നത്. KK രമേശ് ഈ പറയുന്ന VSനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു രംഗമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വികാരവായ്പുള്ള ഒരു രംഗം കൂടിയായിരുന്നു. വോട്ടേഴ്സ് ഇത് കണ്ടിട്ടാണ് തീർച്ചയായിട്ടും അതിന്റെ ഫലം കാണുകയും ചെയ്തു. എങ്ങനെയെങ്കിലും R സെൽവരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി CPM കച്ചകെട്ടി ഇറങ്ങിയിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് മറിച്ചാണ് ഉണ്ടായത്. സെൽവരാജ് തന്നെ വീണ്ടും UDFന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വരുന്നത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങളിലേക്ക് വിശദമായി വരും മുമ്പ് നമുക്ക് 2019-ലെയും 2024-ലെയും പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടിംഗ് പെർസെന്റേജസ് എത്രയാണ് വോട്ട് ലഭിച്ചത്, അത് സംസാരിച്ച ശേഷം നമുക്ക് വിശദമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരാം. ശരിക്കും പറഞ്ഞാൽ ഈ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായി നിലകൊണ്ടിട്ടുള്ള ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 9 തവണയാണ് കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള ആൾ അവിടെ നിന്ന് MP ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടെ. ഈ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത, ആദ്യമായിട്ട് ഒരു വനിതയെ ലോക്സഭയിലേക്ക് അയക്കുന്ന തിരുവനന്തപുരത്ത് നാനി മസ്ക്രീനാണ്. ജനിച്ച 1952 തെരഞ്ഞെടുപ്പിലാണ്. അത് കഴിഞ്ഞ് 1950 അന്ന് സ്വതന്ത്രമായിട്ടാണ് അവർ നിന്നത്. 1950 ആനി മസ്ക്രീനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന 3 വനിതകൾ, 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ കൂടിയാണ്. അവരെ ആദരപൂർവ്വം നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് വേണം നെയ്യാറ്റിൻകരയെ കുറിച്ച് പറയാൻ. അത് കഴിഞ്ഞിട്ട് 1957 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഈശ്വര അയ്യരാ വിജയിച്ചേ. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 1962 PS നടരാജപിള്ള എന്ന് പറയുന്ന മറ്റൊരു സ്വതന്ത്ര വിജയിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട്. PS നടരാജപിള്ളയ്ക്കും ഒരുപാട് ചരിത്രമാണുള്ളത്. അത് ആദ്യകാല നേതാക്കളിൽ വളരെ സാത്വികനായ മനുഷ്യനും, വലിയ വീട് പോലും ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. വലിയ ഒരു വീടാണ്. ആ വലിയ വീടെന്ന് പറയുമ്പോഴും ഓലമേഞ്ഞ ആ എനിക്കാണോ, ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ കാലങ്ങളിലൊക്കെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് അത്തരത്തിൽ തൻ്റെ സമ്പാദ്യത്തിൽ ഒരു വലിയ പങ്ക് ഈ രാഷ്ട്രസേവനത്തിന് നീക്കിവെച്ച ഒരു വലിയ മനുഷ്യനാണ് PS നടരാജപിള്ള. അദ്ദേഹത്തെ ഈ അവസരം നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. പിന്നീട് 1971 നടന്ന തെരഞ്ഞെടുപ്പിൽ VK കൃഷ്ണമേനോൻ സ്വതന്ത്രനായിട്ട് അവിടെ ജയിച്ചിട്ടുണ്ട്. അതെ, അത് സ്വതന്ത്രനായിട്ട് മത്സരിച്ചാണ് ജയിച്ചത്. പിന്നീട് 1977 MN ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന CPMന്റെ സമുന്നതനായ നേതാവും അതെ ജയിച്ചു വന്നത് അവിടെ നിന്നായിരുന്നു. പിന്നീട് ഇവരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു MN ഗോവിന്ദൻ നായർ.
80 നീലലോഹിതദാസ് നാടാര് അവിടെ നാടാരായി. അദ്ദേഹമാണ് പിന്നീട് ജയിച്ചത്. പിന്നീടാണ് ചാൾസ് എന്ന് പറയുന്ന ഒരു MP. അത് കരുണാകരന് ഭയങ്കര വിശ്വസ്തനായിരുന്നു. പിന്നീട് അദ്ദേഹം 1984, 89, 91 തുടർച്ചയായിട്ട് 3 തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു കയറുകയാണ്. അതിനുശേഷം അവിടെ മത്സരിക്കാനായിട്ട് CPI ആണ് ഇറങ്ങുന്നത്. KV സുരേന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഈ വലിയ പരമ്പരയായിട്ട് അതെ ആ മണ്ഡലത്തിലാണ് അവിടെ CPI സ്ഥാനാർത്ഥിയായിട്ട് KV സുരേന്ദ്രനാഥ് മത്സരിക്കുന്നു, ജയിക്കുന്നു. അതിനുശേഷം 1998 K കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് വരികയാണ്. കാരണം 1996 തൃശ്ശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട K കരുണാകരൻ ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് 1998 തിരുവനന്തപുരത്ത് മത്സരിച്ചുകൊണ്ടാണ്. അതെ, കരുണാകരന്റെ മണ്ഡലമാണ്. പിന്നീട് 1999 ആയപ്പോ K കരുണാകരന്റെ ശിഷ്യൻ എന്നറിയപ്പെടുന്ന VS ശിവകുമാർ, അന്ന് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത VS ശിവകുമാറിനെ MP ആക്കി അതിനൊക്കെ നമുക്ക് പറയാവുന്നെങ്കിൽ ചില രാഷ്ട്രീയമായ ചില ട്വിസ്റ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നാളെ വരെ ഇദ്ദേഹം പറഞ്ഞതുപോലെ നാളെ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ആരാണ് ഈ VS ശിവകുമാർ എന്ന് പിന്നെ തെക്കട് ചോദിച്ചൊരു സമയം. പക്ഷേ അന്ന് കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു ജാഥ ആ ഭാഗത്തു കൂടി കടന്നു വരികയും ആ ജാഥയെ അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇദ്ദേഹത്തെ അപ്പൊ അതിന് പിന്നെ അതിന് തെറ്റിശരികളൊക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ, പക്ഷെ അന്ന് കരുണാകരനോടൊപ്പം നിന്ന് ഇത് കരുണാകരന് വേണ്ടി പ്രവർത്തിച്ച ഒരാള് എന്ന നിലയിൽ അദ്ദേഹം വലിയൊരു ആരോഗ്യമന്ത്രി വരെയായി. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ആ ഗണത്തിൽപ്പെട്ട ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പിന്നെ VS ശിവകുമാർ എന്ന മനുഷ്യന്റെ രാഷ്ട്രീയ ഉദയം അങ്ങനെയായിരുന്നു. പിന്നീട് 2004 ആയപ്പോൾ PK വാസുദേവൻ നായർ എന്ന് പറയുന്ന CPIയുടെ ഏറ്റവും പ്രമുഖനായ നേതാവോടെ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്, ജയിക്കുന്നു. പക്ഷെ അദ്ദേഹം 1 വർഷം കഴിഞ്ഞപ്പോൾ മരണത്തിന് കീഴടങ്ങി. അതിനുശേഷമാണ് അവിടെ പന്ന്യൻ രവീന്ദ്രൻ 2005 മത്സരിക്കുക. അതും വലിയൊരു ചരിത്രമാണ്. കാരണം അന്നാണ് DIC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉദയം. അതായത് കരുണാകര വിഭാഗം പൂർണ്ണമായിട്ടും ഈ പന്ന്യൻ രവീന്ദ്രന്റെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രൻ പിന്നീട് K കരുണാകരനെ പോയി സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കാലം കഴിഞ്ഞതോടുകൂടി ഈ DIC CPM അല്ലെങ്കിൽ CPI ഒക്കെ തള്ളിപ്പറഞ്ഞു. കാരണം അന്ന് VS എടുത്ത ചില നിലപാടുകളായിരുന്നു അതിന്റെ ഒരു പ്രധാന കാരണം. ഇതിന് ശേഷമാണ് ശശി തരൂർ എന്ന് പറയുന്ന ഒരു നേതാവ് തിരുവനന്തപുരത്തിനെ പിടിക്കാനായിട്ട് എത്തുന്നു. ശശി തരൂർ ആദ്യമായിട്ട് മത്സരിക്കുന്നത് 2009 പിന്നീട് 2009, 14, 19 എന്തിന് 2024 അവസാനത്തെ തെരഞ്ഞെടുപ്പിലും ശശി തരൂർ തന്നെ വിജയിച്ചു. തുടർച്ചയായി 4 തവണ വിജയിച്ചു. പക്ഷെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അവസാനത്തെ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ വോട്ട് ഷെയർ വളരെയധികം വർദ്ധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ 30% വോട്ട് നേടാനായിട്ട് 2024 2019 BJPക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ ഒരു കട്ടയ്ക്കായിരുന്നു ആ മത്സരം. ശശി തരൂർ വിജയിക്കുമോ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമോ, രണ്ടുപേരും ടെക്നോക്രാറ്റാണ് അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്നവരാണ്, ഈ രീതിയിലൊക്കെയാണ്. അപ്പോൾ BJPക്ക് ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നു. CPIക്ക് നിശ്ചയിച്ച് നൽകിയിരുന്ന ലോക്സഭാ സീറ്റിൽ ഒരു പക്ഷേ CPI അല്ലെങ്കിൽ LDF പിന്നോക്കം പോകുന്ന ഒരു കാഴ്ചയും കൂടെ ഉണ്ടാകും. ഇതാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. അതിലാണ് ഈ പറയുന്ന നെയ്യാറ്റിൻകര വരുന്നത്. ഇപ്പൊ നിലവിൽ ആൻസലിനാണ് അവിടുത്തെ MLA. അതെ അതെ. അപ്പൊ ബാക്കി തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഒരു കണക്കുകൾ ഈ മണ്ഡലത്തിന്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രാധാന്യം എനിക്ക് തോന്നിയത് ഈ നെയ്യാറ്റിൻകര മണ്ഡലത്തിന്റെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പാർട്ടികൾ ഈ മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ മുഖ്യമന്ത്രിമാരുടെയും എന്ന് പറയുമ്പോൾ CH മുഹമ്മദ് കോയ എന്ന ഒരു ഏതാനും മാസം ഭരിച്ച ഒരാളെ മാറ്റി നിർത്തിയാൽ, അവിടെ മുസ്ലിം ലീഗ് ഏതാനും അത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും EMS നമ്പൂതിരിപ്പാട് അന്ന് CPI ആണ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് കഴിഞ്ഞ് 57, അത് കഴിഞ്ഞ് 67 ആയപ്പോൾ അദ്ദേഹം CPM ആയി. ആ 2 പാർട്ടികളും ഇപ്പോഴും അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന മാറി മാറി ജയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. പട്ടംതാണ് പിള്ളയുടെ പാർട്ടി ജയിച്ചിട്ടുള്ള കേരളത്തിലെ അപൂർവമാണ്, അധികം പേര് മണ്ഡലങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. ആ മണ്ഡലത്തിലെ ഒന്നാണ് ഈ നെയ്യാറ്റിൻകര. അപ്പോൾ കേരളം ഭരിച്ചിട്ടുള്ള പിന്നീട് വന്ന കോൺഗ്രസ് ആയാലും CPM ആയാലും കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പാർട്ടികൾ അവിടെ ജയിച്ചു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആൻസലിനാണ്. CPM-ന്റെ നേതാവ് ആൻസലിനാണ്. ഒരു പക്ഷേ ആൻസലൻ മത്സരിക്കുന്നത് ഇപ്പോഴും R സെൽവരാജിനോടാണ്. R സെൽവരാജ് 4 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ CPM ആയിട്ടാണ് മത്സരിച്ചത്, ജയിച്ചു, രാജിവെക്കേണ്ടി വന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് UDF നേതാവായി, പിന്നീട് കോൺഗ്രസ് നേതാവായി. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. അവസാനത്തെ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റത് ആൻസലിനോട് തോറ്റത് സെൽവരാജാണ്.
ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് സെൽവരാജാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റതും സെൽവരാജാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇനി കണക്കുകളിലേക്ക് വന്നാൽ അവിടെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത്, ഈ ചെങ്കൽ രാജശേഖരൻ നായർ എന്ന് പറയുന്ന വ്യക്തി ആണ് BJPക്ക് പിന്നെ 2021 അതെ 21 ചെങ്കൽ രാജശേഖരൻ ചെങ്കൽ രാജശേഖരൻ നായർ. അതേസമയത്ത് 16 തെരഞ്ഞെടുപ്പിൽ പുഞ്ചക്കരി സുരേന്ദ്രൻ. ഇവരും ആ മണ്ഡലവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരും. ഈ ചെങ്കൽ രാജശേഖരൻ നായർ എന്ന് പറയുന്നത് NSSന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. പിന്നെ മാത്രമല്ല ഇപ്പോൾ പിന്നെ നല്ല വ്യവസായിയാണ്, മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള ആളാണ്. കൂടാതെ ജനൻ ടിവിയുടെ പിന്നെ അതൊക്കെ ആണ്. പക്ഷേ ആ ഒരു മുന്നേറ്റം ഒരുപക്ഷെ BJP കഴിഞ്ഞ ഈ 2016 മുതൽ 21 വരെയുള്ള 5 വർഷത്തിനിടയിൽ 2 സ്ഥാനാർത്ഥികളിൽ വലിയ വ്യത്യാസം BJP കാണിക്കുന്നുണ്ട്. ഒരു 6000 വോട്ടിന്റെ കൂടുതൽ അദ്ദേഹം നേടിയിട്ടുണ്ട്, രാജശേഖരൻ നായർ നേടിയിട്ടുണ്ട്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന ഒരു മുന്നേറ്റം, മൊത്തത്തിൽ തിരുവനന്തപുരം മണ്ഡലം കാണിക്കുന്ന ഒരു മുന്നേറ്റം, അതിന് സമാനമായൊരു മുന്നേറ്റം BJP ഈ നെയ്യാറ്റിൻകരയിൽ കാണിക്കുന്നില്ല. ഇനി 2019 പാർലമെൻറ്റ് ഇലക്ഷൻ കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം പാർലമെൻറ്റിനുള്ളിലെ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ UDFന് ലഭിച്ചത് 66,834 വോട്ടുകളാണ്. അതായത് 47.7% വോട്ടുകൾ. LDFന് 37,925 വോട്ടുകൾ, 27.1% LDFന് കിട്ടിയത്. ഇനി NDAക്ക് 32,368 വോട്ടുകളാണ് കിട്ടിയത്, അത് 23.1%. ഇനി നേരെ 2024 എത്തുമ്പോൾ UDFന് ലഭിച്ചത് 58,749 വോട്ടുകളാണ്. അവിടെ വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതായത് പെർസെൻറ്റേജ് 47 നിന്നും ഇവിടെ 44.4 മാറി. അപ്പോൾ പെർസെൻറ്റേജിലും പിന്നെ കുറവ് വന്നിട്ടുണ്ട്. അതിന് പ്രകാരമുള്ള വ്യത്യാസവും വന്നിട്ടുണ്ട്. ഇനി LDFന് 35,526 വോട്ടുകളാണ് 2024 നെയ്യാറ്റിൻകരയിൽ ലഭിച്ചത്. അത് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി 26.8% കുറഞ്ഞു. 27.1 നിന്നും 26.8 കുറഞ്ഞു. ഇനി NDAക്ക് 36,136 വോട്ടുകളാണ് ലഭിച്ചത്. അതായത് തൊട്ട് മുമ്പ് 19 ലഭിച്ചതിലും കൂടുതൽ വോട്ടുകൾ NDAക്ക് ലഭിച്ചു. ശതമാനക്കണക്കിലും 23.1 എന്നതിൽ നിന്ന് അവർ 27.3 എന്നതിലേക്ക് ഉയർന്നു. ഇവിടെ വോട്ട് വിഹിതം NDA വർദ്ധിപ്പിച്ചതായി കാണാം. ബാക്കി LDFന് കുറവും UDFനും അത് കുറവാണ്. ഇതിൻ്റെ ഒരു നേട്ടം കൈവയ്ക്കാനിടയായത് BJPക്കാണ്, NDA മുന്നണിക്ക്. നേരത്തെ 1991 തമ്പാനൂർ രവി ആദ്യം MLA ആയിട്ട് വരുന്നു. 91, 96, 2001 ഒരു അജയ്യ നേതാവായിരുന്നു തമ്പാനൂർ രവിയുടെ മണ്ഡലം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയത്ത് ഈ രാജശേഖരൻ നായർ മത്സരിച്ചിട്ട് പോലും പരമാവധി BJP നേടിയിരിക്കുന്ന 21,000 വോട്ടാണ്. ഏറ്റവും ഒടുവിലത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു ലീഡ് കൂടി നോക്കേണ്ടി വരും. ഞാൻ അതിനിടക്ക് നിയമസഭയുടെ കണക്കൊന്ന് നോക്കാം. നമുക്ക് നിയമസഭ 2016 ഏറ്റവും ഒടുവിലത്തെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കണക്കെടുക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം 1,78,942 ആയിരുന്നു 2016. അതിൽ 9,000 വോട്ടിന്റെ വർധനവുണ്ടായി 5 കൊല്ലം കൊണ്ട്. അടുത്ത തവണ 2021 1,87,559 ആയിരുന്നു വോട്ടർമാർ. അതിൽ പോളിംഗ് ശതമാനം 2016 75.2 ആയിരുന്നു എന്ന് പറഞ്ഞാൽ 1,34,645 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. 21 ഈ 5,000 വോട്ട് തീർച്ചയായിട്ടും കൂടിയ വോട്ടിന്റെ പേഴ്സൻറ്റേജിലുള്ള, അപ്പോൾ ഇലക്ഷന്റെ പേഴ്സൻറ്റേജിൽ സത്യത്തിൽ പോളിംഗ് ശതമാനം 1% കുറഞ്ഞതിൻ്റെ കൂടി എന്ന് പറഞ്ഞാൽ അവിടെ കാര്യമായി പോൾ ചെയ്യപ്പെട്ട വോട്ടിൽ വ്യത്യാസം അത്ര മാത്രമേ വന്നുള്ളൂ. 1,39,291 വോട്ടുകൾ 2021 വോട്ട് ചെയ്തു. അത് പോളിംഗ് ശതമാനം 1% കുറഞ്ഞതുകൊണ്ടുണ്ടായ 5,000 വോട്ടിന്റെ കുറവ് മാത്രമാണ്. എന്നാൽ CPMന്റെ നേതാവ് K. അൻസലിനാണ് 2 തെരഞ്ഞെടുപ്പിലും ജയിച്ചത്. പക്ഷെ വ്യത്യാസമുള്ളത് ഈ 2016 തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അൻസലൻ നേടുന്ന വോട്ട് ഇപ്പോഴും സ്ഥിരമായി നിൽക്കുന്നുണ്ട്, കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. കാരണം പോൾ ചെയ്ത വോട്ടിന്റെ 47.2% 2016 അൻസലൻ നേടിയത്. അതേ പെർസെൻറ്റേജ് ചെറിയ വ്യത്യാസത്തിന് 47.02% 2021 അൻസലൻ നേടിയിരിക്കുന്നു. വ്യത്യാസമുള്ളത് ഈ 63,000 പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ, ഇപ്പോൾ 2016 അദ്ദേഹം 63,559 വോട്ട് നേടി. എന്നാൽ 2,000 വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് കൂടിയത്. അത് കൂടിയ വോട്ട് 9,000 വോട്ട് കൂടിയതിന്റെ മാത്രം വ്യത്യാസമാണ്. അതിൽ നേടിയിരിക്കുന്ന അദ്ദേഹം ഈ 2021 തെരഞ്ഞെടുപ്പിൽ 65,000 വോട്ട് നേടി.
വോട്ട് നേടിയ പേഴ്സൻറ്റേജിൽ ഇപ്പോഴും പോൾ ചെയ്ത വോട്ടിന്റെ 47% നിൽക്കുകയാണ് അൻസലൻ. എന്ന് പറഞ്ഞാൽ CPM-ന് ആ കാര്യത്തിൽ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത 5 കൊല്ലത്തേത് എന്ത് എന്ന് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. മാർജിനിൽ വ്യത്യാസം ഉണ്ടായി. മാർജിനിൽ വ്യത്യാസം ഉണ്ടായത് കൂടിയ വോട്ടിന്റെ വ്യത്യാസമാണ്. അല്ലെങ്കിൽ അൻസലൻ ചെറിയ തോതിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 2016 അദ്ദേഹത്തിന്റെ ലീഡ് 9,000 ആണ്, 9,543 എന്നാൽ 2021 അദ്ദേഹത്തിന്റെ ലീഡ് 14,000 വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതാണ് വ്യത്യാസം. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളുടെ എണ്ണം, അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ മാത്രം ഗുണമായില്ല, അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളുടെ എണ്ണം കൂടിയിട്ടില്ല. എന്നാൽ ഭൂരിപക്ഷം കൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി സെൽവരാജിന്റെ ജനകീയ അടിത്തറയിൽ എന്തോ കാര്യമായ കുറവ് വരുന്നുണ്ട്. കിട്ടിയ വോട്ടുകൾ കൂടാതെ ലീഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെ വേണം നമ്മൾ വായിക്കാൻ. ആർ സെൽവരാജിന് അത് കാണാനുണ്ട്, വളരെ കൃത്യമാണ്. ആർ സെൽവരാജ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായ ആർ സെൽവരാജ്, നേതാവായി ഇപ്പോൾ മത്സരിക്കുന്ന ആർ സെൽവരാജ്, നേരത്തെ CPM ആയിരുന്ന സെൽവരാജ് 2016 തെരഞ്ഞെടുപ്പിൽ 54,000 വോട്ട് നേടി. എന്നാൽ 2021 ആയപ്പോൾ അതേ സെൽവരാജ് 51,000 വോട്ടിലേക്ക് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 3,000 വോട്ട് വളരെ പ്രകടമായിട്ട് സെൽവരാജിന് നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഇനി BJP-യുടെ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ പുഞ്ചക്കരി സുരേന്ദ്രനാണ് 2016 തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അന്ന് BJP 15,000 വോട്ടേ നേടിയുള്ളൂ, 15,531. എന്നാൽ 2021 ആയപ്പോൾ സാറ് പറഞ്ഞ വളരെയേറെ സ്വാധീനമുള്ള സമ്പന്നനുമായ ചെങ്കൽ രാജശേഖരൻ നായർ വന്ന് മത്സരിച്ചു. 2021 അദ്ദേഹം 21,009 വോട്ട് നേടി. BJP നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ വോട്ടാണത്. ഇനി നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മുന്നേറ്റം നടത്തി എന്ന് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും നെയ്യാറ്റിൻകരയിൽ UDF തന്നെയാണ് മുൻകൂട്ടം. അപ്പോൾ അതിനകത്ത് 56,857 വോട്ട് UDF നേടിയപ്പോൾ LDF തൊട്ട് പിറകിലുണ്ട് 55,301 വോട്ട് LDF നേടിയിട്ടുണ്ട്. അവിടെ BJP-ക്ക് 26,000 പേർ വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. BJP ഏറെക്കുറെ പിന്നോക്ക അവസ്ഥയിലാണ്. 26,000 വോട്ട്, 26,000 പേർ വോട്ടുകളാണ്. 5,000 വോട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ചെറിയ വർധനമല്ല. പക്ഷെങ്കിൽ കൂടിയും നല്ല CPM-നെ സംബന്ധിച്ചിട്ടും BJP-യെ സംബന്ധിച്ചിട്ടും നല്ല പ്രവർത്തകരുള്ളൊരു മണ്ഡലമാണ്. ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ കേഡർ വോട്ടുകളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയുണ്ടായത് ഇദ്ദേഹം നമ്മുടെ ആർ സെൽവരാജ് രണ്ടാം മത്സരിക്കുമ്പോഴാണ്. CPM അപ്പോൾ CPM എപ്പോഴും ഊറ്റം കൊള്ളുന്ന അവരുടെ കേഡർ സംവിധാനത്തിലും വോട്ടിലുമാണ്. പക്ഷേ ആ CPM-ൽ നിന്ന് രാജിവെച്ച് ഇദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ആ കേഡർ വോട്ടുകൾ നേരെ സെൽവരാജിനോടൊപ്പം പോയി എന്നുള്ളതാണ്. അത് ഇവിടെ വളരെ വിസിബിൾ ആയിരുന്നു. അത് ലീഡർഷിപ്പ് ദുർബലമാണെന്നുള്ള. പിന്നെ മാത്രമല്ല CPM-ന് ഉള്ളിലെ അന്തഛിദ്രം പുറത്തു വന്ന നാളുകൾ കൂടിയാണ്. ചില വ്യക്തികൾ ചില അപകടങ്ങളിൽപ്പെട്ടാൽ അത് ദുരാരോപണമാണെങ്കിൽ കൂടി സംരക്ഷിക്കാൻ പ്രസ്ഥാനമില്ല എന്ന വാദമാണ് അന്ന് സെൽവരാജ് ഉയർത്തിയത്. ജാതി ഘടകങ്ങൾ എങ്ങനെയാണ്? ജാതി ഘടകങ്ങൾ മത്സ്യത്തൊഴിലാളികളുണ്ട്, ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുണ്ട്, ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ നായർ കമ്മ്യൂണിറ്റിക്ക് കഴിയും. ഇതാണ് അവിടുത്തെ ഒരു സാമുദായികമായ ഒരു അവസ്ഥ. കാരണം ഈ ജയിക്കുമെന്ന ഒരു പ്രതീതി നാടാർ കമ്മ്യൂണിറ്റി അത് ക്രിസ്തീയ വിഭാഗങ്ങൾ അവിടെ ഈ ക്രിസ്തീയ വിഭാഗങ്ങളും ഈ നാടാർ കമ്മ്യൂണിറ്റി തന്നെ ഹിന്ദു വിഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ ചില വോട്ട് അവിടെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ വോട്ട് ബ്ലോക്കായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റത് കിട്ടുന്നില്ല എന്നൊരു വിഷയമുണ്ട് അവിടെ. ചുരുക്കം ഇതാണ് അവിടുത്തെ ഒരു സാമുദായിക പരിവേഷം. അതെ അതെ. നെയ്യാറ്റിൻകരയിലെ വേറൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പാർട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പരീക്ഷണശാലയായിരുന്നു നെയ്യാറ്റിൻകര. ഇന്നിപ്പോൾ നെയ്യാറ്റിൻകരയുടെ ചരിത്രം നോക്കുമ്പോൾ നെയ്യാറ്റിൻകരയുടെ നിയമസഭാ പ്രതിനിധികളായിരുന്ന പലരുടെയും പാർട്ടികൾ തന്നെ അന്യം നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ CPI എന്ന പാർട്ടി ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷേ P. നാരായണൻ തമ്പി ജയിച്ചിരുന്ന PSP എന്ന പാർട്ടി ഇല്ലാതായി. 72-ൽ അത് മറ്റൊരു പാർട്ടി ലയിച്ചു. PSP അറിയാലോ, പട്ടംതാണുപിള്ളയുടെ പാർട്ടി മാത്രമല്ല, നമ്മുടെ ജയപ്രകാശ് നാരായണന്റെ പാർട്ടിയാണ്. ഈ ഇന്ത്യയിലെ വമ്പന്മാരുടെ ഒക്കെ ഒരു വലിയ സോഷ്യലിസ്റ്റുകളുടെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. പിന്നീട് അവിടെ ഇല്ലാതെ പോയ ഒരു പാർട്ടി, നായന്മാര് പ്രത്യേകിച്ച് NSS മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ NDP എന്ന പാർട്ടി 2 തവണ ജയിച്ച പാർട്ടിയാണ്. R. സുന്ദരേശൻ നായർ 2 തവണ ജയിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയും ഇല്ലാതായി. വേറൊന്നും ഇല്ലാതായ പാർട്ടി SR തങ്കരാജിന്റെ ജനതാ പാർട്ടിയാണ്. ആ പാർട്ടിയും ഇല്ലാതായി. എന്ന് പറഞ്ഞാൽ ഈ നെയ്യാറ്റിൻകരയിലെ MLA-മാരെടുക്കുമ്പോൾ ആ MLA-മാർ മാത്രമല്ല, ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച പാർട്ടികളും എത്രയോ എണ്ണം ചരിത്രത്തിൽ ഇല്ലാതെ പോയിട്ടുണ്ട്. അതുകൂടി ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ BJP-ക്ക് ഈ ലോക്സഭാ മണ്ഡലത്തിൽ
തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ബി ജെ പിക്ക് സ്വാധീനമുണ്ട്. ആ സ്വാധീനം നിയമസഭാ മണ്ഡലം, ഇപ്പോൾ നിയമം ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാനും അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വ്യാപിപ്പിച്ചതിൻ്റെ ഒരു വലിയ പ്രയത്നം ആദ്യകാലങ്ങളിൽ നടത്തിയത് ഹിന്ദു മുന്നണിയുടെ പേരിൽ മത്സരിച്ച കേരളവർമ്മ രാജയാണ്. അദ്ദേഹം അന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എങ്കിലും ആ 10-20 വർഷം മുമ്പ് അദ്ദേഹം മത്സരിക്കുമ്പോൾ തന്നെ 1,00,000-ലധികം വോട്ടുകൾ അദ്ദേഹം പിടിച്ചിരുന്നു. അതേ സമയത്ത് തന്നെ ഇപ്പോൾ സിനുജി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 91 തൊട്ട് 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി MLA ആയിരുന്ന തമ്പാനൂർ രവി ഇപ്പോഴും ആ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവായി നിലകൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ സെൽവരാജ് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്തതുകൊണ്ടാവാം. ആ ഘടകവും ഉണ്ട് അവിടെ. ഏറ്റവും ഒടുവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2021-ലാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഇതാണ്. അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന MLA CPM-ന്റെ നേതാവ് അൻസലനാണ്. അൻസലൻ പക്ഷേ ലീഡ് കൂടിയതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൽ ഒന്നുപോലും കൂടിയതല്ല. എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലീഡ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 14,262 വോട്ടിൻ്റെ ലീഡുമായി കെ അൻസലൻ ജയിച്ചു നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ചിത്രം. ഇതേ മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യം എടുക്കുമ്പോൾ കഴിഞ്ഞ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായിട്ട് വിജയിച്ചത് ശശി തരൂരാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്. ശശി തരൂർ അല്ലെങ്കിൽ ഒരുപക്ഷെ ചിത്രം മാറിയേക്കാം. എങ്കിലും 2 തെരഞ്ഞെടുപ്പിൽ BJP 30%-ലധികം വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നുള്ളത് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടി. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത LDF-ൽ നിന്ന് UDF-ന് കൂടുതൽ കിട്ടിയത് 1556 വോട്ടുകളാണ്. അപ്പോൾ ആത്മവിശ്വാസത്തോടെയാണ് UDF തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും. അപ്പോൾ 15,000 വോട്ടോളം LDF-ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ ആ ഭൂരിപക്ഷത്തെ മറികടന്നിട്ട് 1,500 വോട്ടിന് ഇപ്പോൾ UDF മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഈ ചിത്രം. BJP-യുടെയും ചിത്രം ക്രമാനുഗതമായി അവരുടെ ഭൂരിപക്ഷം അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ്. ഇതാണ് നെയ്യാറ്റിൻകരയുടെ നിലവിലുള്ള ചരിത്രപരമായ വസ്തുത. ഏറ്റവും പുതിയ വർത്തമാനം അതാണ്. ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനാധിപത്യമാണ് തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് തന്നെ നെയ്യാറ്റിൻകരയുടെ ഭാവി എന്താണ് എന്ന് പ്രവചിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ABC പ്രേക്ഷകർക്ക് നൽകുകയാണ്. ഞങ്ങളുടെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് ഓരോ മണ്ഡലത്തിലെയും NDA, UDF, LDF ആർക്കാണ് വിജയസാധ്യത നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താം, പ്രവചിക്കാൻ സ്വാഗതം. 2026-ൽ കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026-ൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.